ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ രസ്മലായി കേക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കേക്കാണ് ഈ രസ്മലായി കേക്ക്. ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കേക്കാണ് ഈ രസ്മലായി കേക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ രസ്മലായി കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് രസ്മലായി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കാം. വിനാഗിരിക്ക് പകരം നാരങ്ങ നീരായാലും മതി. പാല് നന്നായിട്ട് പിരിഞ്ഞു വരണം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാലിപ്പോൾ നന്നായിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പാല് നന്നായിട്ട് പിരിഞ്ഞ ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു അരിപ്പയിൽ ഒരു നല്ല വൃത്തിയുള്ളൊരു തുണി വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. തണുത്ത വെള്ളം ഒഴിച്ചാൽ മതി. വിനാഗിരിയുടെ ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാനായിട്ടാണ് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഇതൊരു കിഴി പോലെ കെട്ടിയിട്ട് അതിൻ്റെ വെള്ളം മുഴുവനും പിഴിഞ്ഞ് കളയാം. അതിനുശേഷം ഒരു വെയിറ്റ് അതിൻ്റെ പുറത്ത് വെച്ച് വെള്ളം മുഴുവനും പോകാനായിട്ട് വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ലിറ്റർ പാലിന് 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ പാലൊന്ന് വറ്റി വരണം. അതിനായിട്ട് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും മാറിയിട്ട് പാല് വറ്റിച്ചെടുക്കാം. ആ സമയത്ത് ഞാനിതിലേക്ക് 2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. പിന്നെ ഞാനിവിടെ 1/4 കപ്പ് ബദാം, കാഷ്യൂ നട്ട്സ്, പിസ്ത ഇത് മൂന്നും കൂടെ കട്ട് ചെയ്തത് 1/4 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 2 ഡ്രോപ്സ് യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് പനീർ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ച് കുഴച്ചെടുക്കണം. ആദ്യം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് സമയം ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. പെട്ടെന്നൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഞാനിത് മിക്സിയിലിട്ട് ആദ്യം ഒന്ന് അടിച്ച ശേഷം കുഴച്ചെടുക്കുകയാണ്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് അടിച്ചെടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് സമയം നല്ല പോലെ നമ്മൾ ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. ഇതുപോലെ ആയി കിട്ടണം. അതിനുശേഷം ഓരോ ചെറിയ ബോൾസായിട്ട് എടുത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ചൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. മുഴുവനും ഇതുപോലെ പരത്തി വയ്ക്കാം. ഇനി ബോൾസായിട്ട് രസഗുള പോലെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതായാലും മതി. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. മുഴുവൻ പനീറും ഇതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിക്കാം. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 4 കപ്പ് വെള്ളമാണ് വേണ്ടത്. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമ്മുടെ പനീർ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. 10 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട ശേഷം 5 മിനിറ്റും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതുപോലെ തിളപ്പിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് വറ്റിപ്പോകും. ഇപ്പോൾ 5 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് തണുത്ത ശേഷം ഇതുപോലൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിനുള്ളിലുള്ള ഷുഗർ സിറപ്പൊക്കെ ഒന്ന് പോകണം. എന്നാലേ നമ്മുടെ റബ്ഡി ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് വരുള്ളൂ. നന്നായിട്ട് ഇതുപോലെ എല്ലാം പിഴിഞ്ഞ് വയ്ക്കാം. ഇതെല്ലാം ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മുടെ റബ്ഡിയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് 12 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 1/4 കപ്പ് മൈദ മാവ് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. 240 ml കപ്പിൽ 1/4 കപ്പ് മൈദ മാവാണ് എടുത്തത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം.
മാവ് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോഴെല്ലാം മാവ് ഇതുപോലെ 3 പ്രാവശ്യം അരിച്ചെടുത്ത് വേണം ഉണ്ടാക്കാനായിട്ട്. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. മാവ് ഇപ്പോൾ 3 പ്രാവശ്യം അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 4-5 ഏലക്കയുടെ അരി അത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്ക മുഴുവനായിട്ട് ഇട്ടാലും മതി. പഞ്ചസാരയുടെ കൂടെ അരിയും കൂടെ ഇട്ടിട്ട് ഏലക്കയുടെ അരിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഏലക്കയുടെ അരി നന്നായിട്ട് പൊടിഞ്ഞ് വരണം, അതുകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി മറ്റൊരു ബൗളിലേക്ക് ഞാൻ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര പൊടിക്കുമ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര കിട്ടും. പഞ്ചസാര കുറേശ്ശായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് മാവിട്ട് ഫോൾഡ് ചെയ്യാം. മാവ് കുറേശ്ശായിട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. പതുക്കെ നല്ല സോഫ്റ്റായിട്ട് വേണം ഫോൾഡ് ചെയ്യാനായിട്ട്. ഒരുപാടങ്ങ് സ്പീഡിൽ ഫോൾഡ് ചെയ്യരുത്. പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. മുഴുവൻ മാവ് ഇട്ടിട്ടുണ്ട്. അവസാനം ഇതിലേക്ക് 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് ഫോൾഡ് ചെയ്യാം. വളരെ ചെറിയ ചൂടുള്ള പാലേ എടുക്കാവൂ, കൂടുതൽ ചൂടായിട്ട് എടുക്കരുത്. പാലൊഴിച്ച് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് ഇപ്പോൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 7 ഇഞ്ചിൻ്റെ ഒരു പാത്രമാണ് എടുത്തത്. അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ കേക്ക് ഒറ്റിജിലല്ല, ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്. പാത്രം ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കേക്കിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം ചൂടായ പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്താണിത്. പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് വെച്ചിട്ട് അടച്ച് 45 മിനിറ്റ് ബേക്ക് ചെയ്യാം. 45 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ കേക്ക് ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നല്ല പൊക്കത്തിലുള്ള കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല സൂപ്പർ സോഫ്റ്റായിട്ടുള്ള കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. 7 ഇഞ്ചിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല പൊക്കമുള്ള കേക്കായിട്ടാണ് കിട്ടിയത്. ഇപ്പോൾ നമ്മുടെ റസ്മലായി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ പനീർ എടുത്ത് മാറ്റാം. അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ റസ്മലായി നല്ല ചെറിയ പീസായിട്ടൊന്ന് കുറച്ചെണ്ണം ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. മുഴുവനും കട്ട് ചെയ്യുന്നില്ല, കുറച്ചൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം കേക്ക് മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. 3-4 ലെയറായിട്ട് കട്ട് ചെയ്യാം. നല്ല പൊക്കമുള്ള കേക്കാണ്. 4 ലെയറായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ളതിലേക്ക് കുറച്ച് ഫുഡ് കളറും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി നല്ലപോലെ പൊടിച്ചെടുത്ത പൊടിയാണ്. പൊടിച്ചിട്ട് ഞാൻ അരിച്ചെടുത്തതാണ്. ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ ക്രീമിൽ ഏലക്കാപ്പൊടിയുടെയും കൂടെ ടേസ്റ്റ് വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ഇതിന്. ഈ കേക്കിന് കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം പുരട്ടാം. അതിന് മുകളിലായിട്ട് കേക്കിൻ്റെ ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഏറ്റവും മുകളിലത്തെ ലെയർ വേണം ആദ്യം വയ്ക്കാനായിട്ട്. അതിനുശേഷം കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ റസ്മലായി ഒഴിച്ച റബ്ഡി വെച്ചിട്ടാണ് കേക്ക് വെറ്റ് ചെയ്യേണ്ടത്. അതിലുള്ള കാഷ്യൂ നട്ട്സ്, പിസ്ത, ബദാം ഇതെല്ലാം നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. നല്ല പോലെ വെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ക്രീം വയ്ക്കാം. ക്രീം കൂടുതലായിട്ട് തന്നെ വെക്കണം. നന്നായിട്ട് ക്രീം വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് റസ്മലായി കട്ട് ചെയ്തത് വയ്ക്കാം. രണ്ടാമത്തെ ലെയർ വയ്ക്കാം. നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ലെയറിൽ നന്നായിട്ട് തന്നെ ബദാം, കാഷ്യൂ നട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലും ക്രീം വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
രസ്മലായി കട്ട് ചെയ്തത് വയ്ക്കാം. ഇനി മൂന്നാമത്തെ ലെയർ വയ്ക്കാം. അതും നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും മുകളിലത്തെ ലെയറിൽ ബദാമും കാഷ്യൂ നട്ട്സും ഒന്നും വയ്ക്കുന്നില്ല, ഒരു പീസും വയ്ക്കുന്നില്ല. നന്നായിട്ട് വെറ്റ് ചെയ്ത ശേഷം കുറച്ച് ക്രീം വെച്ചിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം. സൈഡും നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. കേക്ക് ഞാനിപ്പോൾ നന്നായിട്ട് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ട് നന്നായിട്ട് ക്രീം തേച്ച് ലെവൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ആദ്യം മാറ്റി വെച്ച ക്രീം കുറച്ച് യെല്ലോ കളറൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ക്രീം നല്ല കട്ടി തന്നെ വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ക്രീം കൂടുതലായിട്ട് വെച്ചാലേ നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. സൈഡിലും നന്നായിട്ട് തന്നെ ക്രീം വെച്ചിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡിലൊന്ന് വരച്ചു കൊടുക്കാം. കേക്ക് ഇപ്പോൾ ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ താഴെ ബോർഡർ കൊടുക്കാനായിട്ട് ഇതുപോലെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ബോർഡർ കൊടുക്കുന്നുണ്ട്. കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ എപ്പോഴും ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. സൈഡിൽ ഇതുപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ടോപ്പിലും സൈഡിലും വയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് ബദാമും പിസ്തയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് വലുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്, എന്നാലേ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. മുകളിലും സൈഡിലും വെച്ച് കൊടുക്കാം. കേക്കിൽ മുഴുവനും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് റോസ് പെറ്റൽസും കൂടെ വെച്ച് കൊടുക്കാം. കാണാനായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് റോസ് പെറ്റൽസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. സൈഡിലും ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി ടോപ്പിലായിട്ട് റസ്മലായും കൂടെ വെച്ച് കൊടുക്കാം. ഒരു 3 എണ്ണം ഞാൻ കട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ റസ്മലായി കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഈ കേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ കാണാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറക്കരുത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.